ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേ. ദൈവജനത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ പ്രപഞ്ച ആത്മീയ യഥാർത്ഥങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സീൽസ്, മുദ്രകൾ, ട്രംപറ്റ്സ്, കാഹളങ്ങൾ, ബൗൾസ്, കലശങ്ങൾ എന്നീ ന്യായവിധികളുടെ പരമ്പരയെ തടസ്സപ്പെടുത്തുന്ന 3 പ്രധാന ഇടവേളകൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അതിൽ ആദ്യത്തേത് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ ആണ്. അവിടെ നാം ദൈവത്തിൻ്റെ മുദ്രയിട്ട 144,000 ജൂതവിശ്വാസികളെക്കുറിച്ച് പഠിച്ചല്ലോ. പീഡനകാലത്തിൽ സഹിച്ചു നിന്ന് എണ്ണാൻ വയ്യാത്ത ഒരു മഹാപുരുഷാരത്തെയും നാം അവിടെ കാണുന്നു. രണ്ടാമത്തെ ഇടവേള വെളിപ്പാട് 10-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായം 13-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്ന ചെറിയ പുസ്തകവും 2 സാക്ഷികളുമാകുന്നു. നമ്മുടെ പഠനം ഇപ്പോൾ 3-ാമത്തെ ഇടവേളയുടെ നടുവിലാണ്. അതായത് 12 മുതൽ 14 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക്. അത് ദൈവത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ ദുഷ്ടശക്തികളും തമ്മിലുള്ള പ്രാപഞ്ചികമായ സംഘർഷങ്ങൾ കാണിക്കുന്നു. ഞാൻ നേരത്തെ ഈ പഠനങ്ങളിൽ പറഞ്ഞിരുന്നതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ സീക്വൻസ് എല്ലാം കൃത്യമായ ക്രൊണോളജിക്കൽ ഓർഡറിൽ അല്ല എഴുതിയിരിക്കുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞാടിൻ്റെ കഠിനമേറിയ ന്യായവിധികളായ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ എന്നിവയുടെ ഇടയിൽ ഈ 3 ഇടവേളകൾ ദൈവാരാധന, സഹിഷ്ണുത, വിശ്വാസികളുടെ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 13-ാം അധ്യായത്തിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ അവസാനത്തിൽ 3.5 വർഷം എതിർ ക്രിസ്തു, അതായത് ആൻറ്റി ക്രൈസ്റ്റ്, കള്ളപ്രവാചകൻ, ഫോൾസ് പ്രോഫറ്റ് എന്നിവരുടെ ഭീകരമായ പ്രവൃത്തികളും എതിർ ക്രിസ്തുവിൻ്റെ 666 എന്ന സംഖ്യയും ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ഈ 14-ാമത്തെ അധ്യായത്തിൽ എല്ലാറ്റിൻ്റെയും അവസാനത്തിലേക്ക് നയിക്കുന്ന ന്യായവിധികൾക്ക് മുമ്പ് നമുക്ക് ഒരു താൽക്കാലിക ഇടവേള കാണാം. വെളിപ്പാട് പുസ്തകത്തിലെ മർമ്മങ്ങൾ കഴിയുന്നതും ഈസിയായി വിവരിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നാം ഇത് പഠിക്കുമ്പോൾ ബൈബിൾ തുറന്നു തന്നെ ഇരിക്കുകയും അത് ഉത്സാഹത്തോടെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഉള്ള കൃപ തരയണമേ എന്ന പ്രാർത്ഥനയോടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഇത് പഠിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് 14-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെയായിരുന്നു. ദൈവമക്കളുടെ അന്തിമ വിജയത്തെയും സാത്താൻ്റെ മുദ്ര സ്വീകരിച്ച ലോകജനതയുടെ അവസാന വിധികളും താരതമ്യം ചെയ്യുന്ന ഒരു നിർണായകരമായ അധ്യായമാണ് ഈ 14-ാം അധ്യായം. ഇതിനെ 3 നമുക്ക് വിഭജിക്കാം. അതിലാദ്യത്തെ വിഭജനമായ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും മുദ്ര നെറ്റിയിലുള്ള 144,000 പേരെ നാം കാണുന്നു. ഹിയർ മൗണ്ട് സയോൺ റെപ്രസെൻറ്റ്സ് ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്, ഹിസ് ത്രോൺ റൂം. 2-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഹീബ്രൂസ് 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗീയ സിയോൻ പർവ്വതത്തെയും ഭൂമിയിലെ സിയോൻ പർവ്വതത്തെയും താരതമ്യം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേം ദൂതന്മാരും ദൈവവും നീതിമാന്മാരുടെ ആത്മാക്കളും വസിക്കുന്ന ഒരു സ്ഥലമായി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഹിയർ ദ ലാംബ്, ദ മസായ ഈസ് പ്രോമിനൻറ്റ്. 144,000 Jewish believers are with Jesus standing on Mount Zion. Normally, Jerusalem and Zion, we are talking about the same place. Zion is Jerusalem in a redemptive kingdom state, where the throne of God is in heaven. ഈ 7-ാം അധ്യായം പഠിച്ചപ്പോൾ മഹാപീഡനത്തിലൂടെ കടന്നു വന്ന ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും ദൈവനാമത്താൽ മുദ്രയിടിക്കപ്പെട്ട് മഹാപീഡനകാലത്തെ സുവിശേഷ ഘോഷണത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത 144,000 യഹൂദ വിശ്വാസികളെക്കുറിച്ച് നാം പഠിച്ചായിരുന്നുവല്ലോ. ഈ 1-ാം വാക്യത്തിൽ
നാം ഇവരെ കാണുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിലാണ്. 2-ാം വാക്യത്തിൽ ഇവരുടെ സാന്നിധ്യം സ്വർഗത്തിൽ ഒരു ഉത്സവമായി മാറുന്നു. സ്വർഗം വളരെ മനോഹരവും അതേസമയം സന്തോഷവും ആഘോഷവുമായ ഒരു സ്ഥലമായി നാം ഇവിടെ കാണുന്നു. ധാരാളം കിന്നരങ്ങളുടെ ഘോഷം. വിശുദ്ധ യോഹന്നാൻ അതിനെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും വലിയ ഒരു ഇടിമുഴക്കം പോലെയും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വിശുദ്ധ യോഹന്നാൻ സ്വർഗത്തിലെ കാഴ്ചകൾ കാണുക തന്നെയല്ല, കേൾക്കുകയും ചെയ്യുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് 3-ാമത്തെ വാക്യം വായിക്കാം. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ വാക്യത്തിലെ രംഗം നമ്മെ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ നാം കണ്ട സ്വർഗീയ കാഴ്ചകളിലേക്ക് വീണ്ടും മാറ്റുകയാണ്. കിന്നരം വായനക്കാർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലും 4 ജീവികളുടെ മുമ്പിലും 24 മൂപ്പന്മാരുടെ മുമ്പിലും ഒരു പുതിയ പാട്ട് പാടുകയാണ്. ആർക്കും ആ പാട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇവിടെ പറയുന്നു. ഈ പാട്ടിൻ്റെ വാക്കുകൾ നമുക്ക് അറിയത്തില്ല. എന്നാൽ ഈ 144,000 പേരുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു സ്തോത്രഗീതമായിരിക്കും ഇത് എന്ന് നമുക്ക് കരുതാം. മോശ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ച് ചെങ്കടൽ കടന്നപ്പോൾ പാടുന്ന ഒരു സ്തോത്രഗീതത്തെക്കുറിച്ച് എക്സോഡസ് 15 എഴുതിയിരിക്കുന്നത് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ പുതിയ പാട്ട് അവരുടെ വിശുദ്ധി, വിശ്വസ്തത, യേശുവിലേക്കുള്ള വിജയം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. 4-5 വാക്യങ്ങൾ വായിക്കാം. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഈ 140,000 തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദ വിശ്വാസികളെ കന്യകമാർ എന്ന് ഇവിടെ സംബോധന ചെയ്യുന്നത് അവരുടെ ആത്മീക വിശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുന്നു. ആൻറ്റിക്രൈസ്റ്റിൻ്റെയും ഫോൾസ് പ്രോഫറ്റിൻ്റെയും പിടിയിൽ വീഴാതെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ തങ്ങളുടെ വിളക്കിൽ എണ്ണയൊഴിച്ച് മണവാളിനെ കാത്തിരുന്ന 5 കന്യകമാരോട് ഇവരെ ഉപമിക്കാം. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇവർ ദൈവത്തിനും കുഞ്ഞാടിനും വേണ്ടിയുള്ള ആദ്യ ഫലങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്രൂട്ട്സ്. ഈ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ ഫലങ്ങൾ ദൈവത്തിനും യേശുവിനും പ്രത്യേകമായി സമർപ്പിച്ചിരിക്കുന്ന 144,000 വീണ്ടെടുക്കപ്പെട്ട വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. അവർ ഒരു വലിയ വിളവെടുപ്പിൻ്റെ ആദ്യ ഫലങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരിൽ ആദ്യത്തേതിനെ പ്രതിനിധീകരിക്കുന്ന ശുദ്ധരും നേരത്തെ പാകമായവരുമായ ഒരു കൂട്ടം അനുയായികളെ അവർ പ്രതീകപ്പെടുത്തുന്നു. ഇത് ക്രിസ്തുവിനോടുള്ള പൂർണ്ണമായ സമർപ്പണത്തെയും വിശ്വസ്തതയും സൂചിപ്പിക്കുന്നു. ഇവർ എതിർ ക്രിസ്തുവിൻ്റെ ആരാധനയിൽ നിന്നും വേർതിരിഞ്ഞവർ ആയതുമൂലം ആത്മീക ശുദ്ധി കാത്തവർ ആണ്. അതുകൊണ്ട് അവരെ കന്യകമാരായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. വിവാഹം കഴിക്കുന്നത് പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഹീബ്രൂസ് 13:14 നാം ഇങ്ങനെ വായിക്കുന്നു: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. കർത്താവിൻ്റെ സഹസ്രാത വാഴ്ചയിൽ ഇവർക്ക് ഒരു വലിയ പങ്കുണ്ട് എന്ന് ഈ വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഇവർ ദൈവകൃപയാൽ ക്രിസ്തുവിൽ വിശുദ്ധി പ്രാപിച്ചവരാണ്. 5-ാമത്തെ വാക്യത്തിൽ ഇവരെ കളങ്കമില്ലാത്തവരും ആർക്കും ഇവർക്ക് എതിരായി നുണകളോ തെറ്റുകളോ ആരോപിക്കാൻ കഴിയാത്തവരുമായി ഇവരെ പരിചയപ്പെടുത്തുന്നു. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രീതിയിൽ പരിചയപ്പെടുത്തുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് ഒരു ആത്മപരിശോധന ചെയ്യാം. 14-ാം അധ്യായത്തിലെ 2-ാമത്തെ വിഭജനം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് മുമ്പ് അന്തിക മുന്നറിയിപ്പുകൾ നൽകുന്ന 3 ദൂതന്മാരുടെ രൂപരേഖ നമുക്ക് കിട്ടുന്നു. നമുക്ക് 13-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു.
6 മുതൽ 7 വരെ നാം വായിച്ച ഈ വാക്യങ്ങളിൽ ന്യായവിധിക്ക് മുമ്പുള്ള അവസാനത്തെ മുന്നറിയിപ്പ് നാം കാണുന്നു. ഇവിടെ ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സെക്കൻഡ് ഹാഫിൽ ഭൂമിയിൽ അന്നുള്ള സകല ജാതിയിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഉള്ള സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ആശയവിനിമയത്തിനായി ആകാശമധ്യേ പറക്കുന്ന ഒരു ദൂതനെ നിയമിച്ച് ആക്കുന്നതായി വിശുദ്ധ യോഹന്നാൻ കാണുന്നു. അടുത്ത 8, 9, 15, 17, 18 എന്നീ വാക്യങ്ങൾ നാം വായിക്കുമ്പോഴും ദൈവം അയക്കുന്ന സന്ദേശവാഹകരായ ദൂതന്മാരെ നമുക്ക് കാണാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്യം നമുക്കൊന്ന് വായിക്കാം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. തൻ്റെ സ്വർഗാരോഹണത്തിനു മുമ്പ് യേശുക്രിസ്തു നൽകിയ ലാസ്റ്റ് കമാൻഡ്മെൻറ്റ് മാർക്ക് 16:15 നമുക്ക് വായിക്കാം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. അന്നു മുതൽ ഇന്ന് വരെ ഭൂമിയിൽ മുഴുവൻ സുവിശേഷം പറയുവാൻ ദൈവദാസന്മാർ രാപ്പകൽ കഷ്ടപ്പെടുകയാണ്. എങ്കിലും സുവിശേഷം കടന്നുചെല്ലാത്ത മേഖലകൾ ഇന്നും ഈ ലോകത്തിലുണ്ട് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ദൈവം നിയോഗിക്കുന്ന ഒരു ദൂതൻ ലോകത്തിലെ സകല ജനങ്ങളോടും ദി എവർലാസ്റ്റിംഗ് ഗോസ്പൽ എന്നറിയപ്പെടുന്ന നിത്യസുവിശേഷം അറിയിക്കുന്നു. ഇവിടെ ഈ ദൂതൻ ആകാശമധ്യേ പറന്ന് മാനസാന്തരത്തിനായിട്ടുള്ള അവസാന അവസരം ഭൂമിയിലെ മനുഷ്യർക്ക് നൽകുകയാണ്. ന്യായവിധിയുടെ സമയം അടുത്തിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയ ദൈവത്തെ ഭയപ്പെട്ട് അങ്ങേ നമസ്കരിപ്പാനുള്ള ആഹ്വാനം ലോകജനതയെ ഏറ്റവും ഉച്ചത്തിൽ ഈ ദൂതൻ അറിയിക്കും. നമുക്ക് 14-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ്റെ ദർശനത്തിൽ രണ്ടാമതായി ഒരു ദൂതൻ ബാബിലോണിൻ്റെ നാശം പ്രഖ്യാപിക്കുന്നു. ജെറമ്യായ 50:51 ബാബിലോൺ എന്ന പട്ടണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് നമുക്ക് വായിക്കാം. അത് ഞാൻ വായിക്കുന്നു. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. അക്ഷരാർത്ഥത്തിലുള്ള ഒരു സ്ഥലവും സംസ്കാരവും ആയിരുന്നു ബാബേൽ എന്നറിയപ്പെടുന്ന ബാബിലോൺ. ബൈബിളിൽ ബാബിലോണിൻ്റെ റെഫറൻസ് നമുക്ക് 280 പ്രാവശ്യം വായിക്കാം. പഴയ നിയമകാലത്ത് ഏറ്റവും സമൃദ്ധി നിറഞ്ഞ ഒരു നഗരമായിരുന്നു ബാബിലോൺ. ഇന്നത്തെ മോഡേൺ ഇറാഖിൽ നിന്നും 50 മൈൽ സൗത്ത് ഓഫ് ബാഗ്ദാദിൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഹില എന്ന സിറ്റിയുടെ അടുത്തുള്ള സ്ഥലമാണ് പഴയ ബാബിലോൺ. ഇൻ 586 BC, ബാബിലോണിയൻ കിങ് നെബുക്കദ്നേസർ destroyed Jerusalem and Solomon's Jewish temple and took the Jews to Babylon as slaves until 538 BC for 70 years. The Persian king Cyrus allowed the Jews to return to Jerusalem and rebuild the temple. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ തൻ്റെ സഭയെ സ്വർഗത്തിലേക്ക് എടുത്ത ശേഷം ബാബിലോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദൈവവിരുദ്ധവും പാപപൂർണവുമായ സ്വഭാവത്തെയാണ്. 13-ാം അധ്യായത്തിൽ നാം പഠിച്ച ബാബിലോൺ എന്ന് വിളിക്കപ്പെടുന്ന പൈശാചിക വ്യവസ്ഥ ആൻറ്റിക്രൈസ്റ്റും ഫോൾസ് പ്രോഫറ്റും സാത്താൻ്റെ ശക്തി മൂലം പണിതെടുത്തതും ലോകത്തിലെ ഏകാധിപത്യ ഭരണമായ വൺ വേൾഡ് ഗവൺമെൻറ്റും അവരുടെ വൺ വേൾഡ് റിലീജിയനുമാണ്. ഇതിനെക്കുറിച്ച് 17-ാമത്തെ അധ്യായത്തിൽ നാം കൂടുതൽ പഠിക്കുവാൻ പോകുകയാണ്. 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ചാണ് ഇവിടെ പ്രവചിക്കുന്നത്. ബാബിലോൺ റെപ്രസെൻറ്റ് വേൾഡ്സ് കറപ്റ്റ് സിസ്റ്റം, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് റിലീജിയസ് പവേഴ്സ് യുണൈറ്റഡ് ഇൻ റിബല്യൻ എഗനസ്റ്റ് ഗോഡ്. 17-ാമത്തെ അധ്യായത്തിൽ റിലീജിയസ് ബാബിലോണിനെ ഒരു വേശ്യയായിട്ടും 18-ാമത്തെ അധ്യായത്തിൽ കൊമേഴ്ഷ്യൽ ബാബിലോണിനെ ഒരു വെൽത്തി സിറ്റി ആയിട്ടും പ്രതികരിക്കുന്നു. ഇത് രണ്ടിൻ്റെയും ഭയങ്കരമായിട്ടുള്ള വീഴ്ചയാണ് നാം അവിടെ പഠിക്കുവാൻ പോകുന്നത്. എന്നാൽ സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്ന് 1 ജോൺ 5:20 നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 14-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് ഉച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൽ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവന്യായവിധിയുടെ ദർശനത്തെയും അന്തിമ വിളവെടുപ്പിനെയും കാണിക്കുന്നു. 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എതിർക്രിസ്തുവിനെയോ അവൻ്റെ ബിംബത്തെയോ ആരാധിക്കുന്നവരും അവൻ്റെ മുദ്ര സ്വീകരിക്കുന്നവരും രാവും പകലും വ്യത്യാസമില്ലാതെ ഒരു സ്വസ്ഥതയും കിട്ടാതെ ദൈവകോപത്തിൻ്റെ വൈര്യമുള്ള വീഞ്ഞു കുടിക്കുകയും തീയും ഗന്ധകവും കൊണ്ട് പീഡിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നു. സോദോം ആൻഡ് ഗൊമോറ അവരുടെ ദൈവനിഷേധവും പാപവും മൂലം അക്ഷരാർത്ഥത്തിൽ തന്നെ തീയും ഗന്ധവുമായി നശിക്കപ്പെട്ടത് ജനസിസ് 18 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വായിക്കാം. അത് ഇതോടുകൂടി ചിന്തിക്കുന്നത് വളരെ യോജ്യമാണ്. ഇവിടെ പറയുന്ന തീയും ഗന്ധകവും അക്ഷരാർത്ഥത്തിലും അതേസമയം ഭയാനകവുമായ ഒരവസ്ഥയുടെ പ്രതീകമായും കരുതാം. എന്നേക്കുമായുള്ള അഗ്നിഗന്ധകങ്ങളിൽ ഇവർ നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ തീയും ഗന്ധകവും നിത്യനരകത്തിൻ്റെ പ്രതീതി കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് 12-ാമത്തെ വാക്യം വായിക്കാം. ദൈവകൽപ്പനയും യേശുവിങ്കിലേക്കുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ആൻറ്റിക്രൈസ്റ്റിനെ ആരാധിക്കുവാൻ തയ്യാറാകാത്തവർ കഠിനമായ പീഡനകൾ സഹിച്ച് രക്തസാക്ഷികൾ ആകേണ്ടി വരുമെന്ന് റെവലേഷൻ 13-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിച്ചതാണ്. 12-ാമത്തെ വാക്യത്തിൽ പീഡനത്തെ ക്ഷമയോടെ നേരിടുവാൻ ഉള്ള ധൈര്യപ്പെടുത്തൽ നാം കാണുന്നു. അവർ മൃഗത്തെയല്ല യേശുവിലാണ് വിശ്വസിക്കുന്നത്. യേശുവിലുള്ള പൂർണ്ണവിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഈ വിശ്വാസികൾ 1 പീറ്റർ 1:7 അപ്പസ്തോലൻ എഴുതിയിരിക്കുന്നത് പോലെ അത് തീയാൽ പരീക്ഷിക്കപ്പെട്ടാലും വിലയേറിയ സ്വർണത്തേക്കാൾ വിലയേറിയ വിശ്വാസമാണ്. യഥാർത്ഥ വിശ്വാസം സ്തുതിയിലും മഹത്വത്തിലും ബഹുമാനത്തിലും ചെന്ന് അവസാനിക്കുന്നു. ഇവിടെ ഈ വിശ്വാസികൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി ദൈവകൽപ്പന പ്രമാണിക്കുക. രണ്ടാമതായി യേശുവിങ്കിലേക്കുള്ള വിശ്വാസം കാക്കുക. മൂന്നാമതായി അവരുടെ കഷ്ടങ്ങളിൽ അവർ സഹിഷ്ണുത കാണിക്കുക. ഇതിനെക്കുറിച്ച് നാം വീണ്ടും ചിന്തിക്കുവാൻ പോകുകയാണ്. നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അത്രേ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഇവിടെ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന ഭാഗം ശ്രദ്ധിക്കുക. നാം നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചുവെന്ന് ശുശ്രൂഷ സമയത്തും ചരമവാർത്തയിലുമൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടേമാണല്ലോ. ഈ 13-ാം വാക്യത്തിൽ മഹാപീഡനകാലത്തെ സെക്കൻഡ് ഹാഫിലെ വിശുദ്ധന്മാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റാപ്ചറിൻ്റെ ടൈമിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാത്ത മനുഷ്യർ മാനസാന്തരം പ്രാപിക്കുവാൻ രക്തസാക്ഷി മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് തന്നെ കരുതാം. അവർ എല്ലാവരും തന്നെ മഹാപീഡനകാലത്ത് മൃഗത്തെ ആരാധിക്കാത്തതുകൊണ്ടും അവൻ്റെ മുദ്ര സ്വീകരിക്കാത്തതുകൊണ്ടും രക്തസാക്ഷികൾ ആകേണ്ടി വരും. എന്നാൽ അവരുടെ കഷ്ടപ്പാടിനും സഹിഷ്ണുതയ്ക്കും എല്ലാം കർത്താവ് അവർക്ക് പ്രതിഫലം നൽകും. അവർ ഭാഗ്യവാന്മാരാണ് എന്ന് ഇവിടെ നാം പഠിക്കുന്നു. കാരണം അവർ മഹാപീഡനകാലത്തിലെ പീഡനങ്ങളിൽ കൂടി കടന്നു പോകാതെ കർത്താവിൽ അവർ വിശ്രമിക്കുന്നു. എതിർ ക്രിസ്തുവിനെ സ്വീകരിച്ച ഭൂമിയിലെ ദുഷ്ടജനം നാം 11-ാമത്തെ വാക്യത്തിൽ പഠിച്ചതുപോലെ നിത്യാഗ്നിയിൽ നരകിക്കുമ്പോൾ ഇതാ മഹാപീഡനകാലത്ത് അവരുടെ വിശ്വാസം കാത്തതിനാൽ രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ പ്രതിഫലം നാം കാണുന്നു. 2 കൊരിന്ത്യൻസ് 5:17 അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ
അവർ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികൾ ആകുന്നു. ലെറ്റ് us read 2 Corinthians 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അന്ത്യകാല വിശ്വാസികളുടെ സവിശേഷതകൾ എടുത്തു പറയുന്ന റെവലേഷൻ 14:12 നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. ഞാനത് വായിക്കുന്നു. ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഒന്നാമതായി, അവർ ദൈവകൽപ്പനകൾ അവസാനം വരെ കാത്തു. രണ്ടാമതായി, അവർ തങ്ങളുടെ ജീവൻ അപകടസ്ഥിതിയിലേക്ക് നീങ്ങുമ്പോഴും അവരുടെ വിശ്വാസം കാത്തു. മൂന്നാമതായി, ഏറിയ കഷ്ടതകളുടെ സമയത്തും അവർ കാണിക്കുന്ന ക്ഷമയും സഹനശക്തിയും സഹിഷ്ണുതയും എടുത്തു പറയേണ്ടത് ആകുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഈ സവിശേഷതകൾ പുലർത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും കഷ്ടതകളും നേരിടേണ്ട അവസരങ്ങളിൽ ഈ അന്ത്യകാല വിശ്വാസികളുടെ സഹിഷ്ണുത നമുക്ക് പ്രചോദനം നൽകുന്നു. വിശ്വാസവും അനുസരണവും ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം വെറും നിഷ്ക്രിയമല്ലെന്നും അത് ജീവിതത്തിൽ പ്രകടമാക്കേണ്ടതുമാണെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസി ദൈവകൽപ്പനകൾ പ്രമാണിച്ച് വിശ്വാസവും അനുസരണവും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ആവശ്യകതയെ ഇവിടെ എടുത്തു പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അചഞ്ചലമായ വിശ്വസ്തതയുടെ ആഹ്വാനം ഇവിടെ നാം കാണുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ കാതൽ അവർ ജീവിതത്തിൽ ക്രിസ്തുവിനോട് പുലർത്തുന്ന വിശ്വസ്തതയാണ്. ജീവിതത്തിലെ പൊള്ളുന്ന സാഹചര്യങ്ങളിൽ ദൈവകൽപ്പന അനുസരിച്ച് സഹിഷ്ണുത പാലിച്ച് ക്രിസ്തുവിൽ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.